ഹലോ, പത്തരമാറ്റിൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിരുന്നിന് പോയ നന്ദുവും എല്ലാവരും അനന്തപുരിയിൽ നിന്ന് ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും അങ്ങനെ ഓരോന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് നന്ദുവിൻ്റെയും അനിയുടെയും കണ്ണുകൾ പരസ്പരം ഉടക്കുന്നുണ്ട്. ഇത് ദേവയാനിയും നയനയും അനാമികയും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് അനാമികയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അനാമികക്ക്. അതുകൊണ്ട് പെട്ടെന്ന് നന്ദുവിൻ്റെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി നന്ദുവിന് വേറെ എന്തെങ്കിലും വേണോ കഴിക്കാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മുടെ അനാമിക. ഏതായാലും അനാമികയുടെ നല്ല പെരുമാറ്റം എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അതിലിടയ്ക്ക് നവ്യ വിളിക്കുന്നുണ്ട് നയനയെ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അനാമിക അഹങ്കാരം വല്ലതും കാണിക്കുന്നുണ്ടോ, ഭക്ഷണമൊക്കെ നന്ദുവിന് വിളമ്പിക്കൊടുക്കുന്നുണ്ടോ എന്നിങ്ങനെയൊക്കെ ഓരോന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട് ഒന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞ് നയന ഫോൺ വെക്കുന്നുണ്ട്. എന്നിട്ട് നയന പറയുന്നുണ്ട്, നന്ദുവിന് ഭക്ഷണമൊക്കെ കൊടുത്തിനോ എന്നാണ് നവ്യേച്ചി ചോദിച്ചത്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, പിന്നെ ഇവിടെ വന്നിട്ട് ഭക്ഷണം കൊടുക്കാതിരിക്കുമോ, അവളുടെ ഒരു അന്വേഷണം എന്ന് ദേവയാനി ദേഷ്യത്തോടെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അബിയെയും അനഘയെയുമാണ്. അനഘ പറയുന്നുണ്ട്, ഞാൻ കുറേ ദിവസമായി നിൻ്റെ അഭിപ്രായത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇതുവരെയായിട്ട് നീ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല. ഒരിക്കൽ നീ എന്നെ ചതിച്ചവനാണ്. ഇനി എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിലും അതാ നിൻ്റെ പരിപാടിയെങ്കിൽ അത് ഞാൻ സമ്മതിക്കാൻ പോകുന്നില്ല. എത്രയും പെട്ടെന്ന് തന്നെ നീ അനുകൂലമായ ഒരു തീരുമാനം എടുക്കണം. ഞാൻ എപ്പോഴാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുക എന്ന് പറയാൻ പറ്റില്ല. ഇതുവരെയായിട്ട് ഞാൻ നിൻ്റെ പേര് എൻ്റെ കുഞ്ഞിനോട് പറഞ്ഞിട്ടില്ല. തീരുമാനം ഇങ്ങനെ വൈകിച്ചാൽ ഞാനും എൻ്റെ കുഞ്ഞും തറവാട്ടിലേക്ക് വരാനുള്ള സാഹചര്യമാണ് നീ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവ പറയുന്നുണ്ട്, നീ എനിക്ക് കുറച്ചുകൂടി സമയം താ. അപ്പോൾ അനഘ പറയുന്നുണ്ട്, നീ സമയം ചോദിക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയി. വാക്കിന് വ്യവസ്ഥയില്ലാത്തവനാണ് നീ. നിന്നെ വിശ്വസിച്ചാൽ എൻ്റെ കുഞ്ഞിൻ്റെ ഭാവിയാണ് ഇല്ലാതാകുന്നത്. അപ്പോൾ അവ പറയുന്നുണ്ട്, നിൻ്റെ കുഞ്ഞിൻ്റെ ഭാവി ഞാൻ ഇല്ലാതാക്കില്ല. അത് എൻ്റെ കുഞ്ഞാണെന്നുള്ള ബോധം എനിക്കുണ്ട്. അപ്പോൾ അഖില, എന്ന് മുതലാണ് നിനക്ക് ഈ ബോധമുണ്ടായത്? നിനക്ക് ആ ബോധം ഇല്ലാത്തത് കൊണ്ടാണ് നീ ഇങ്ങനെ ഉദാസീനനായി നടക്കുന്നത്. അതുകൊണ്ട് വ്യക്തമായ ഒരു തീരുമാനം നീ എടുക്കണം. എൻ്റെ സമയം അടുത്തു. എനിക്ക് സമാധാനത്തോടെ മരിക്കണം. ഇനി വിളിയും പറച്ചിലും ഒന്നുമില്ല. വൈകിച്ചാൽ ഞാൻ നേരെ കുഞ്ഞുമായി അനന്തപുരിയിലേക്ക് എത്തും. എന്നിട്ട് നിൻ്റെ മുത്തശ്ശനോ കണ്ട് എല്ലാ കാര്യങ്ങളും പറയും. പിന്നെ നിൻ്റെ കുഞ്ഞ് നിൻ്റെ ചോരയാണോ എന്നൊക്കെ അവർ തെളിയിച്ചോട്ടെ. പിന്നെ കാണിക്കുന്നത് അനന്തപുരിയാണ്. അവിടെ കാണിക്കുന്നത് അജയനെയും ആദർശിനെയും അനിയെയുമാണ്. അനാമികക്ക് വന്ന നല്ല മാറ്റത്തെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആദർശും അജയനും. എന്നിട്ട് അനിയോട് പറയുന്നുണ്ട്, അവൾക്ക് നല്ല മാറ്റമുണ്ട്, ഇനി നീയും മാറണം. അപ്പോൾ അനി പറയുന്നുണ്ട്, അവൾക്കൊരു മാറ്റവുമില്ല, പിന്നെ ഇന്നത്തെ മാറ്റം അത് മറ്റെന്തെങ്കിലും കണ്ടിട്ടായിരിക്കും. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, എടാ നീ എന്താ ഇങ്ങനെ എല്ലാം നെഗറ്റീവായി ചിന്തിക്കുന്നത്? അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നയനിയും നന്ദുവും ദേവയാനിയും ഒക്കെ വരുന്നുണ്ട്. ആദർശ് ചോദിക്കുന്നുണ്ട്, നീ പോകാറായോ? അതേന്ന് പറയുന്നുണ്ട് നന്ദു. കുറേ നേരമായല്ലോ വന്നിട്ട്. അതും പറഞ്ഞ് അനിയുടെയും നന്ദുവിൻ്റെയും കണ്ണുകൾ തമ്മിൽ പിന്നെയും ഉടക്കുന്നുണ്ട്. അത് ദേവയാനി കാണുന്നുണ്ട്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അനാമിക മോൾ വളരെ നന്നായിട്ടാണ് നന്ദു മോളോട് പെരുമാറിയത്. ഇനി നീ കൂടുതലൊന്നും പറയാനൊന്നും നിൽക്കണ്ട. അപ്പോൾ നയന പറയുന്നുണ്ട്, അവൾ പോകാൻ നോക്കുകയാണ്. എന്നാൽ പോയിക്കോ എന്ന് പറയുന്നുണ്ട് ദേവയാനി. എന്നിട്ട് നന്ദുവിന് ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട്. ആയി കഴിയുമ്പോൾ മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക്. ഗുണ്ടകളെയൊക്കെ തല്ലി ഓടിച്ച് അത് മറ്റുള്ളവർക്ക് തലവേദന ഉണ്ടാക്കരുത് എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നന്ദു അവിടുന്ന് പോകുന്നുണ്ട്. അതിനുശേഷം അജയൻ ദേവയാനിയോട് പറയുന്നുണ്ട്, ഏട്ടത്തി, ആ കുട്ടി ഭക്ഷണം കഴിക്കാനായിട്ട് വന്നതല്ലേ, കുറച്ചുകൂടി മാന്യമായിട്ട് പെരുമാറിക്കൂടെ? അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഇത്രയൊക്കെ പറ്റൂ. അവൾ വന്നതുകൊണ്ട് അനാമികമ്മൾ വല്ലാതെ വിഷമിച്ചിട്ടുണ്ട്. പിന്നെ ഭക്ഷണമൊക്കെ വിളമ്പിക്കൊടുത്തത് എന്തുകൊണ്ടാണെന്നറിയില്ല. പിന്നെ നന്ദുവിനെ യാത്രയാക്കാൻ നയന പുറത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് നന്ദു ചോദിക്കുന്നുണ്ട്, വിഷുവിന് ചേച്ചി വീട്ടിലേക്ക് വരില്ലേ? വരും മോളെ. അവിടെ വന്ന് 2 ദിവസം നിന്നോടൊപ്പം നിൽക്കണമെന്നുണ്ട്. ക്യാമ്പിലേക്ക് പോയാൽ നിന്നെ ഇപ്പോഴൊന്നും കാണില്ലല്ലോ. ഇതൊക്കെ മേലെ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് നമ്മുടെ അനാമിക ശ്രദ്ധിക്കുന്നുണ്ട്. ഏതായാലും അനാമിക നോക്കുന്നത് നമ്മുടെ നന്ദുവും കാണുന്നുണ്ട്. എന്നിട്ട് നയനേച്ചിയോട് പറയുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട്, അവൾ മാറിയെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷെ നമുക്കല്ലേ അറിയൂ അവൾ എന്തുകൊണ്ടാണ് നിനക്ക് ഭക്ഷണം വിളമ്പി തന്നത് എന്ന്.
എന്നിട്ട് നന്ദു പറയുന്നുണ്ട്, ഏതായാലും ചേച്ചിയുടെ അമ്മായിയമ്മയുടെ അഭിനയം കൊള്ളാം. അപ്പോൾ നയന പറയുന്നുണ്ട്, അതെ അതെ, എത്ര നന്നായിട്ടാണ് അമ്മ എല്ലാവരെയും പറ്റിക്കുന്നത്. അങ്ങനെ നന്ദു പോട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അനാമിക ദേഷ്യത്തോടും സങ്കടത്തോടും കൂടി അവളുടെ റൂമിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ജാനകി അങ്ങോട്ടേക്ക് വന്നിട്ട് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, അല്ല മോളെ, നീ എന്തിനാ അവൾക്ക് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കാൻ പോയത്? ഇനി അവൾ അടിക്കടി ഇവിടേക്ക് വരും. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, ഞാൻ വിളമ്പിക്കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അവൾ ഇനി അടിക്കടിക്ക് വരും. അതിന് എല്ലാവരും സപ്പോർട്ടാണ്. വല്യമ്മയ്ക്ക് പോലും നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള വിരോധമൊന്നും അവരോടില്ല. പിന്നെ അഭിയും നവ്യയെ കാണാൻ പോകുന്നുണ്ട്. അവരെല്ലാവരും ഇപ്പോൾ നല്ല രീതിയിലാണ് ജീവിക്കുന്നത്. പിന്നെ ഞാനിങ്ങനെ വഴക്കടിച്ചിട്ട് എന്താ കാര്യം? അമ്മയുടെ മോന് എന്നെ ഇഷ്ടമല്ല. അമ്മയുൾപ്പെടെ ആരും അവനെ തിരുത്താനും നിൽക്കുന്നില്ല എന്നിങ്ങനെ ദേഷ്യത്തോടെ പറയുന്നുണ്ട് അനാമിക. പിന്നെ കാണിക്കുന്നത് ദേവയാനിയെയും നയനയെയുമാണ്. ദേവയാനി ഇങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് നയനയോട് പറയുന്നുണ്ട്, നന്ദു ക്യാമ്പിലേക്ക് പോവുകയല്ലേ, അതുമാത്രമല്ല നാളെ വിഷുവല്ലേ, നമുക്ക് അവൾക്ക് എന്തെങ്കിലും ഒരു സമ്മാനം വാങ്ങിക്കൊടുക്കണം. നയനയോട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ദേവയാനി, നീ ശ്രദ്ധിച്ചിനോ? ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അനിയുടെയും നന്ദുവിൻ്റെയും കണ്ണുകൾ തമ്മിൽ പരസ്പരം ഉടക്കുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട്, ഞാൻ അവളെ നന്നായി താക്കീത് ചെയ്തതാണ്, എന്താണെന്നറിയില്ല, അവർ പോലും അറിയാതെ ഒരു വല്ലാത്ത സ്നേഹം അവർ തമ്മിലുണ്ട്. അപ്പോൾ ദേവയാനി അതൊന്നും അനുവദിച്ചു കൊടുത്തുകൂടാ. ഇപ്പോൾ തന്നെ അനാമിക നല്ല രീതിയിലാണ് നന്ദുവിനോട് പെരുമാറിയത്. അതിനെപ്പറ്റിയൊന്നും പറയണ്ടമ്മേ, വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് അവളങ്ങനെ പെരുമാറിയത് എന്ന് പറയുന്നുണ്ട് നയന. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? ഇതിലിടയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ദേവയാനി. പക്ഷേ നയന അതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് വല്ലാത്ത ടെൻഷനുണ്ട് അമ്മേ, നന്ദുവിൻ്റെയും അനിയുടെയും കാര്യങ്ങൾ ഓർത്തിട്ട്. ഇനിയിപ്പോൾ ട്രെയിനിങ്ങിനൊക്കെ പോവുകയല്ലേ, അതുകൊണ്ട് അവൾ മനസ്സിൽ ഈ വക ചിന്തകളൊന്നും വെച്ച് പുലർത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ നയന പറയുന്നുണ്ട്, അനാമികയുടെ സ്വഭാവം ഒട്ടും ശരിയല്ലമ്മേ. അപ്പോൾ ദേവേനി പറയുന്നുണ്ട്, അവൾ ചെറിയ കുട്ടിയല്ലേ മോളെ. അപ്പോൾ നയന പറയുന്നുണ്ട്, അത്രയ്ക്ക് ചെറിയ കുട്ടിയൊന്നുമല്ല, അവളുടെ വായിൽ നിന്ന് വരുന്നത് കേട്ടാലും മതി. അപ്പോൾ ദേവേനി പറയുന്നുണ്ട്, എന്ത് തന്നെയായാലും അവർ തമ്മിൽ ഒരിക്കലും പിരിയാൻ പാടില്ല. നാളെ നിൻ്റെ വീട്ടിൽ പോയി നന്ദുവിനെ നന്നായിട്ടൊന്ന് ഉപദേശിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ദേവയാനി. പിന്നെ കാണിക്കുന്നത് നന്ദുവിൻ്റെ ഫോണിലേക്ക് അനിയുടെ കോൾ വരുന്നുണ്ട്. എന്നിട്ട് അനി പറയുന്നുണ്ട്, നീ ക്യാമ്പിലേക്ക് പോയാൽ ഇനി ഇപ്പോഴൊന്നും നിന്നെ കാണാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് രാത്രി നീ വരണം, നമുക്ക് ഡിന്നറൊക്കെ കഴിച്ചിട്ട് പിരിയാം. അപ്പോൾ നന്ദു ചോദിക്കുന്നുണ്ട്, രാത്രിയോ? ഞാൻ അങ്ങോട്ട് വരില്ല. അപ്പോൾ അനി പറയുന്നുണ്ട്, എടോ നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാകും കൂടെ. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, എന്തായാലും ഞാൻ വരില്ല, എന്നെ വിടില്ല, ഞാൻ എന്ത് പറഞ്ഞാണ് രാത്രി പുറത്തേക്ക് വരിക എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും അനി കേൾക്കുന്നില്ല. അനി അവളെ ഫോഴ്സ് ചെയ്യുകയാണ്, എനിക്ക് നിന്നെ കാണാതിരിക്കാൻ കഴിയില്ല, നീ വരിക തന്നെ വേണം, ദയവ് ചെയ്ത് നീ എന്നെ വിഷമിപ്പിക്കരുത്. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, നീ എന്നെ വല്ലാതെ വിഷമിപ്പിക്കുകയാണ്, എൻ്റെ അമ്മ അറിഞ്ഞാൽ എന്നെ കൊല്ലും, പരമാവധി ഞാൻ വരാൻ ശ്രമിക്കാം. അപ്പോൾ അനി പറയുന്നുണ്ട്, ആ ശ്രമത്തിനൊടുവിൽ വരിക തന്നെ വേണം കേട്ടോ എന്നും പറഞ്ഞ് ഫോൺ വെക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ആദർശിനെയാണ്. അപ്പോൾ നയന പുറത്തേക്ക് പോകാൻ റെഡിയായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് ആദർശിനോട് പറയുന്നുണ്ട്, ആദർശേട്ടാ നന്ദു പോവുകയല്ലേ, പിന്നെ വിഷു ആണല്ലോ, അവൾക്ക് എന്തെങ്കിലും ഒരു സമ്മാനം വാങ്ങിക്കൊടുക്കണ്ടേ. അപ്പോൾ ആദർശ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ ഞാനും വരാം. അന്നേരം നയന പറയുന്നുണ്ട്, നവ്യേച്ചി കൂടെ വരുന്നുണ്ട്, അതുകൊണ്ട് എന്താ എനിക്ക് വന്നൂടെ എന്ന് ചോദിക്കുന്നുണ്ട് ആദർശ്. പിന്നെ ആദർശ് ഞാൻ കൊണ്ടുവിടണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട്, വേണ്ട ആദർശേട്ടാ, ഞാൻ പോയിക്കോളാം. അങ്ങനെ വഴിയിൽ നമ്മുടെ ദേവയാനി കാത്തിരിക്കുന്നുണ്ട്. നയനയെ കണ്ടതും ദേവയാനി ചോദിക്കുന്നുണ്ട്, മോളെ അവന് എന്തെങ്കിലും സംശയമുണ്ടോ? അപ്പോൾ നയന പറയുന്നുണ്ട്, സംശയമൊന്നും ഇല്ലെന്നാ തോന്നുന്നത്. എന്നിട്ട് നയന പറയുന്നുണ്ട്, അമ്മേ, ഈ ഒളിച്ചുകളി ഇങ്ങനെ തുടരാൻ കഴിയില്ല. അപ്പോൾ ദേവേനി പറയുന്നുണ്ട്, അത് എനിക്കറിയാം മോളെ, അതൊക്കെ പോട്ടെ, മോൾക്ക് വിഷുവിന് എന്താ വേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട്, ഇപ്പോഴുള്ളതുപോലെ അമ്മയുടെ സ്നേഹം എനിക്ക് എപ്പോഴും ഉണ്ടാകണം. ആദ്യം ഇപ്പോൾ മോള് വേണ്ടാന്ന് പറഞ്ഞാലും ഞാൻ ഒരിക്കലും വേണ്ടെന്ന് വയ്ക്കില്ല കേട്ടോ. ശരി, മോള് വേഗം കാറിൽ കയറി, ആരെങ്കിലും കാണും എന്ന് പറയുന്നുണ്ട് ദേവയാനി. എന്നിട്ട് വേഗം തന്നെ അവർ കാറിൽ കയറി. എന്നിട്ട് ഫസ്റ്റ് തന്നെ അവർ നയനയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ ഗോവിന്ദൻ അന്നേരം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗോവിന്ദൻ പറയുന്നുണ്ട്, കനക ഇതാരൊക്കെയാണ് വന്നതെന്ന് നോക്കൂ. കനക അങ്ങോട്ടേക്ക് വന്ന് അവരെ സ്വീകരിക്കുന്നുണ്ട്. ദേവയാനി ഗോവിന്ദനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇപ്പോഴും ജോലി ഇങ്ങനെ ചെയ്ത് കഷ്ടപ്പെടുന്നത്? നന്ദു എന്തായാലും SI ആകാൻ പോവുകയാണ്, കുട്ടികളെല്ലാം ഒരു പൊസിഷനിൽ എത്തിയാൽ വിശ്രമിക്കുകയല്ലേ വേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, അങ്ങനെ വിശ്രമിക്കാനൊന്നും തോന്നുന്നില്ല. അന്നേരം ദേവേനി പറയുന്നുണ്ട്, എന്ന് വെച്ച് ശരീരം നോക്കാതെ ഇങ്ങനെ കഷ്ടപ്പെടരുത്. പിന്നെ നയന പറയുന്നുണ്ട്, അമ്മ ഒരു ദിവസം നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ വന്നതാണ്, വിഷുവായിട്ട് എല്ലാവരെയും കാണണമെന്ന് അമ്മ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ദേവേനി പറയുന്നുണ്ട്, പ്രത്യേകിച്ച് നന്ദുവിനെ, അവൾക്ക് കുറച്ച് ഉപദേശങ്ങളൊക്കെ കൊടുക്കണം.
പ്രത്യേകിച്ച് അനിയുടെ കാര്യത്തിൽ. പിന്നെ വിഷമിച്ചു കൊണ്ട് നിൽക്കുന്ന നന്ദുവിനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ പത്തരമാറ്റിൻ്റെ കഥ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.